റിവിറ്റ് MEP മലയാളം ട്യൂട്ടോറിയലിന്റെ 10ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണം മോഡിഫൈ ടാബിനകത്ത് മൂവ് എന്ന് പറയുന്ന ടൂൾ ഉണ്ട്, അതുപോലെ തന്നെ കോപ്പി എന്ന് പറയുന്ന ടൂൾ ഉണ്ട്, അതുപോലെ റൊട്ടേറ്റ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ഈ 3 ടൂളിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. മോഡിഫൈ ടാബിനകത്തുള്ള മൂവിന്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആർക്കിടെക്ചറിലേക്ക് പോയി ഇവിടെ ഒരു വോൾ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഒരു ബോക്സ് വരയ്ക്കാം. ഓക്കെ, ഇവിടെ ഒരു എലമെന്റ് വരച്ചു. വരച്ച ശേഷം ഈ ഒരു എലമെന്റിനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മോഡിഫൈ ടാബ് ഇവിടെ ഓപ്പൺ ആയി വരും. വന്നതിന് ശേഷം ഇവിടെ മൂവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കും. മൂവ് കൊടുക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സെലക്ട് ആകും. അതിനുശേഷം ഒരു പോയിന്റ് ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കും. ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പം സെന്റർ വേണമെങ്കിൽ സെന്റർ ആക്കാം, അതല്ലെങ്കിലും സൈഡിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് സൈഡ് വേണമെങ്കിലും എടുക്കാൻ കഴിയും. അത് നമുക്ക് എങ്ങോട്ടെങ്കിലും മാറ്റി വെക്കണമെങ്കിൽ, മൂവ് ചെയ്ത് വെക്കണമെങ്കിൽ ഇതുപോലെ മൂവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇതാണ് മോഡിഫൈ ടാബിലെ മൂവിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അടുത്തതായിട്ടൊരു ടൂൾ ഉള്ളത് നോക്കാം. കോപ്പിയുടെ ഷോർട്ട് കീ ആണ് CO. ഈ മൂവിനും ഷോർട്ട് കീ ഉണ്ട്, MV എന്നാണ്. ഓക്കെ, ഇവിടെ കോപ്പി എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു കോപ്പി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ആവും. സെലക്ട് ചെയ്ത ശേഷം നമ്മളൊരു പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ്, നമുക്ക് ഇതിനകത്ത് ഏതൊരു പോയിന്റ് വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു കോപ്പി ഇവിടെ ഉണ്ടാവും. സെയിം തന്നെ കോപ്പി, നമുക്ക് എത്ര കോപ്പി വേണമെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഒരു എലമെന്റിന്റെ മൾട്ടിപ്പിൾ രീതിയിൽ നമുക്ക് ഇതിനെ കോപ്പി ആയിട്ട് എടുത്ത് വയ്ക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇതാണ് കോപ്പി കൊണ്ടുള്ള ഉപയോഗം. പിന്നെ വരുന്നൊരു ടൂളാണ് റൊട്ടേറ്റ്. റൊട്ടേറ്റിന്റെ ഷോർട്ട് കീ ആണ് RO. റൊട്ടേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ ഒരു പോയിന്റ് കാണിച്ചു കൊടുക്കണം, ഏതെങ്കിലും ഒരു പോയിന്റ്. ഇപ്പം ഞാൻ ഈ ഒരു പോയിന്റ് എടുക്കുകയാണ്. അടുത്ത ശേഷം ഇതുപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് മാറ്റാനായിട്ട്. ഇവിടെ റൊട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് റിവിറ്റ് തന്നെ കാണിച്ചിരുന്നുണ്ട് എത്ര ആംഗിളിലാണ് ഇത് റൊട്ടേറ്റ് ആകുന്നത്. അതല്ല, നമുക്ക് മാനുവലായിട്ട് ഒരു ആംഗിൾ കൊടുക്കണമെങ്കിൽ അതും കൊടുക്കാൻ കഴിയും. 45 എന്ന് കൊടുത്തതിന് ശേഷം എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ 45 ആംഗിളിൽ ഈ ഒരു ഒബ്ജക്റ്റ് ചരിഞ്ഞു വരും. ഇതാണ് റൊട്ടേറ്റ് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്.